എന്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ. ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഫിലിം ആയിരുന്നല്ലേ അത്? അന്ന് നിങ്ങൾ എത്രാം ക്ലാസ്സിലാ? ഓക്കെ, ഞാൻ 2ാം ക്ലാസ്സിലാ. ഏത് ആ 2ാം ക്ലാസ്സില് എനിക്ക് മനസ്സിന് എത്രമാത്രം എനിക്കൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത് എത്ര വയസ്സാണ്? നഴ്സറി പഠിക്കും. ഞങ്ങൾക്ക് ഭാര്യയുള്ള കാര്യം പറയട്ടോ, പറയണോ? എനിക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ടാവും അല്ലേ? എങ്ങനെ പോകുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ? നമ്മുടെ ഗാലറി വിഷന്റെ സ്വന്തം മസ്ക്, അത് നല്ല റെസ്പോൺസ് ആകുമ്പോൾ കിട്ടിയത്, നല്ല റീച്ച് കിട്ടി, നല്ല റെസ്പോൺസ് കിട്ടി അല്ലേ? ശരിക്കും നമ്മുടെ ഗാലറി വിഷന്റെ കൂടെ വർക്ക് ചെയ്യാ ഇഷ്ടമാണ്. ഷറഫ്ക്ക എന്റെ നല്ല അടുത്തൊരു സുഹൃത്താണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് പാട്ടുകളെ കുറിച്ചായിരിക്കും. പണ്ട് ഈ ആൽബംസ് മ്യൂസിക് വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു പേരാണ് ഷറഫ് ഗാലറി. അപ്പോൾ ആളുടെ ചെറുപ്പം മുതലേ നമ്മൾ പേര് കേട്ടറിയാം. പിന്നെ ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്തുക്കളായി. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മ്യൂസിക്കിനെ പറ്റിയാണ്. ശരിക്കും ഇനി ഒരു ഡ്രീം എന്താ? വലിയൊരു എന്റെ ലക്ഷ്യം എനിക്ക് സക്സസ് ചെയ്യണം, സക്സസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്നു. എല്ലാ മ്യൂസീഷ്യൻസിനെയും പോലെ നമ്മുടെ പാട്ടുകളെല്ലാം പോപ്പുലർ ആവുക, ഇപ്പോൾ ഉള്ള ഓഡിയൻസിനേക്കാളും ഒരു വലിയ ഓഡിയൻസിലേക്ക് നമ്മുടെ സോങ്സ് എത്തുക, എല്ലാവരും നമ്മുടെ പാട്ടുകൾ പാടുക, നമ്മളില്ലെങ്കിലും ആ പാട്ടുകൾ സസ്റ്റെയിൻ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. നേற்று நான் உன்னை பார்த்த பார்வை வேறு നീങ്കാര എണ്ണமாக ഇன்று. പലരും പറയാറുണ്ട് ഒരേ ട്യൂൺ പോലെ ഫീൽ ചെയ്യുന്നു. ശരിക്കും എന്താ അതിന്റെ പിന്നിൽ എന്താണ്? അതായത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് മസ്കിന് ശേഷം ഗാലറി വിഷനായി ജോയിൻ ചെയ്ത വലിയൊരു പ്രൊജക്ട് വരുമോ? ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ കൊളാബറേറ്റ് ഒരു പ്രൊജക്ട്. ശരിക്കും ആ ഒരു ജേണി നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ ഇവിടെ വരെ എത്തിയത്? എങ്ങനെയൊക്കെയാ ശരിക്കും? എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അത്? അതായത് ശരിക്കും നമ്മൾ തുടങ്ങിയ സമയത്ത് ആഗ്രഹിച്ചിരുന്ന എന്താണോ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന തന്നെ മ്യൂസീഷ്യൻസ് ഉണ്ട്, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, പലരും പകുതി വഴിയിൽ വെച്ചിട്ടത് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. കാരണം അവരുടെ സ്ട്രഗിളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്തോ അറിയില്ല, ഇതിനോടുള്ള ഇഷ്ടവും പാഷനും കൊണ്ടായിരിക്കാം നമ്മളത് വിടാണ്ട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അതെ, ശരിക്കും ഇപ്പൊ ഓർക്കുമ്പോ ഭയങ്കര അഭിമാനവും അതേപോലെ തന്നെ ഭയങ്കര സങ്കടവും നിറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ സ്റ്റാർട്ടിങ് ടൈമിൽ? പലർക്കും പറയാൻ പല കഥകളുണ്ടാവും. ഇല്ല, അതായത് ഇത് ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമായത് കൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന ഈ സങ്കടങ്ങളും വിഷമത്തിനേക്കാളും കൂടുതൽ അതിന്റെ മറ്റൊരു സൈഡാണ് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിന്റെ അതിന്റെ പ്രോസസ്സ്, അതിലേക്ക് ഇന്നാവുന്ന പരിപാടികൾ, കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്, ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ടി വിയിലും അല്ലാണ്ട് റേഡിയോയിലൊക്കെ മാത്രം കേട്ടിട്ടുണ്ടായിരുന്ന ചില ശബ്ദങ്ങൾ, ചില സിംഗേഴ്സ് അവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നൊരു പ്രശ്നമല്ല. കാര്യം അതിനേക്കാളുപരി നമ്മൾ അത്രയും നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകാരെ കൊണ്ട് നമ്മൾ പാട്ട് പാടിക്കുന്നു, അത് തന്നെയാണല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, അത് എൻജോയ് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സ്. ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസീഷ്യൻ ആരായിരിക്കും? ഒബ്വിയസ്ലി റഹ്മാൻ സാർ തന്നെ ആയിരിക്കും. എല്ലാവരുടെയും ഇൻസ്പിറേഷൻ ആൾ തന്നെയാണല്ലോ, എന്റെയും ഇൻസ്പിറേഷൻ. അപ്പൊ ഒരു ഡ്രീം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് റിലേറ്റ് ആയിട്ട് കിട്ടും തോന്നുന്ന ആൻസർ, ശരിക്കും ഇനി ഒരു ഡ്രീം എന്താ? വലിയൊരു എന്റെ ലക്ഷ്യം എനിക്ക് സക്സസ് ചെയ്യണം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്നത്. എല്ലാ മ്യൂസീഷ്യൻസിനെയും പോലെ നമ്മുടെ പാട്ടുകളെല്ലാം പോപ്പുലർ ആവുക, ഇപ്പോൾ ഉള്ള ഓഡിയൻസിനേക്കാളും ഒരു വലിയ ഓഡിയൻസിലേക്ക് നമ്മുടെ സോങ്സ് എത്തുക, എല്ലാവരും നമ്മുടെ പാട്ടുകൾ പാടുക, ഇപ്പം നമ്മളില്ലെങ്കിലും ആ പാട്ടുകൾ സസ്റ്റെയിൻ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കമന്റ്സ്, പോസിറ്റീവ് കമന്റ്സ് ആയാലും നെഗറ്റീവ് കമന്റ്സ് ആയാലും വരുന്നുണ്ട് അല്ലേ? മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു കുറച്ച് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴും എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് ഒരേ ട്യൂൺ പോലെ ഫീൽ ചെയ്യുന്നു. ശരിക്കും എന്താ അതിന്റെ പിന്നിൽ എന്താണ്? അതായത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അത് ശരിക്കും ഒരു സിമിലാരിറ്റി ഉള്ള പാറ്റേൺ എന്ന് പറയുന്നത് കസവിനാല്, ഇൻസാനിലെ, മസ്ക്, ഈ 3 പാട്ടുകളാണ് ഒരേ പാറ്റേണിലുള്ള പാട്ടുകൾ. അതായത് ഒരേ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ,
സിമിലാരിറ്റി ഉള്ള മെലഡീസ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ എല്ലാം റൂട്ട്, പാടിയതും ഒരു പാടിയിരിക്കുന്ന സെയിം സിംഗർ, എല്ലാം ഒരേ പാറ്റേണാണ്. ശരിക്കും ഇതൊരു പാറ്റേണിൽ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന സോങ്സ് ആണ്. അതായത് കസവനാൽ പാറ്റേണിലാണ് ഇൻസാനിലുള്ളത്, മസ്ക് ഉള്ളത്. ഇനി ഒരു 2 പാട്ടും കൂടെ ഉണ്ട്. അതായത് ഒരു 5 പാട്ട് എപ്പിസോഡായിട്ട് ഒരേ പാറ്റേണിൽ ഞാൻ ചെയ്യണം എന്ന്, ഒരേ സിംഗറിനെ വെച്ചിട്ട് ചെയ്യണം എന്ന് ബോധപൂർവം ചെയ്ത പാട്ടുകളാണ്. പക്ഷെ അത് എനിക്ക് EP ആയിട്ട് അത് കറക്റ്റായിട്ടുള്ള ടൈമിൽ എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് പിന്നെ ഓരോ ടൈമിലായിട്ട് റിലീസ് ആയത് കൊണ്ടാണ്. അത് നമ്മൾ ലിറിക്സ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഒരേ പാറ്റേണിലുള്ള ചെറിയൊരു മലബാർ ടച്ചൊക്കെ ഉള്ള ലിറിക്സ് ആണ് അതിലുള്ളത്. ഈ ഈവൻ കസവനാലായാലും ഇൻസാനിലായാലും മസ്ക് ആയാലും. അപ്പോൾ അതങ്ങനെ ബോധപൂർവം ഒരേ പാറ്റേണിൽ ഒരു കണ്ടിന്യൂറ്റി പോലെ കമ്പോസ് ചെയ്ത പാട്ടാ. അതിൽ ഇനി 2 പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓഡിയൻസിന് തോന്നിയതും നിങ്ങൾ ഉദ്ദേശിച്ചതും ഒന്ന് തന്നെയാണ്. അപ്പൊ അത് സമ്മതിക്കുന്നു, അതായത് ഒരേ ടൂൺ ആണെന്നുള്ളത് ഒരു പാറ്റേൺ അത് സെയിം റിതം പാറ്റേൺ എന്ന് പറയാം അതിന്. റിതം മെലഡി പാറ്റേൺ, അതിന്റെ പോകുന്ന റൂട്ടുകളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് എടുത്ത് കേട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് കസവനാല് കേട്ടിട്ട് ഇൻസാനില് കേട്ടിട്ട് വീണ്ടും മസ്ക് കേൾക്കാം, അപ്പൊ മനസ്സിലാവും അത് ഒരേ പാട്ട് പോലെ. അത് EP എന്ന് പറയും, എപ്പിസോഡ്സ് എന്ന് പറയും. ഒരേ പാറ്റേണുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആയിട്ട് ഞാൻ ശരിക്കും അങ്ങനെ EP ആയിട്ട് റിലീസ് ചെയ്യാൻ വിചാരിച്ച് ചെയ്ത പാട്ടുകളാണ്. 5 പാട്ടുണ്ട് അതിൽ 3 പാട്ടാണ് റിലീസ് ആയത്. ഇനി 2 പാട്ടും കൂടെ ഉണ്ട് അതിൽ. അപ്പൊ ഞാൻ 2 പാട്ടും കൂടി ഇറക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ശരിക്കും അത് എപ്പിസോഡായിട്ട് ഇറക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഒരേ പാറ്റേൺ കിട്ടി, പ്ലേലിസ്റ്റ് പോലെ ആയിരുന്നു അത്. പിന്നെ 2 പാട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി അത് ഇറക്കി കഴിഞ്ഞാൽ ഈ സെയിം കോപ്പി, സെയിം പരിപാടി മാറ്റി പിടിക്കാറായില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്യണോ. കുറച്ച് വാക്ക് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറക്കാവുന്നതാണ്. അപ്പൊ അതൊന്നൊരു ഇനി അത് ഇതേ പാറ്റേണിലുള്ള പാട്ട് നീ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടും കൂടെ ഉണ്ട്. സെയിം പാറ്റേണിലുള്ള പാട്ടാ. പിന്നെ ഒരു പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ 5 പാട്ടായിരുന്നു, അതിൽ 3 പാട്ട് റിലീസായി അല്ലേ. എനിക്കൊന്ന് ഫസ്റ്റിലെ പാട്ടൊക്കെ മറ്റേ കസവിനാലൊക്കെ ഭയങ്കര ഹിറ്റിലങ്ങ് കയറി പോയി അല്ലെ. പെട്ടെന്ന് അതങ്ങ് ഹിറ്റായി, റീൽസിലൊക്കെ അങ്ങ് വൈറലായി അല്ലെ. പിന്നെ അതിന് തൊട്ട് അതിനുശേഷം വരുന്നത് ഇൻസാനിൽ അല്ലെ. അതും ഇപ്പൊ ഓക്കെയാണ്, ഇപ്പോഴും നമ്മൾ കേറി വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കസവനാലിനേക്കാളും പോപ്പുലർ കുറച്ചും കൂടെ ഇൻസാനിലാണെന്ന് തോന്നുന്നു. കാരണം നമ്മള് സ്പോട്ടിഫൈയിലൊക്കെ നോക്കിയാലും പ്ലേ കൂടുതൽ ഇൻസാനിലെ എന്ന് പറയുന്ന പാട്ടിനാണ്. നമ്മുടെ മസ്ക് അല്ല ഇൻസാനിലെ. അല്ല ഇൻസാനിലെ കനിയെ കനിയെ എന്നൊക്കെ പറഞ്ഞ അതാ പറഞ്ഞ. ഇത് 3 ഒരേ പാറ്റേണിലുള്ള പാട്ടാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ അത്. കാരണം ഇപ്പൊ നമ്മുടെ മസ്കിന്റെ കമന്റ് നോക്കുമ്പോഴും അറിയാം എന്താണ് ഇത് ഒരേപോലുള്ള പാട്ടാണുള്ളത്, മാറ്റി പിടിക്കാറായാലും ഇനി മാറ്റി പിടിക്കണം അങ്ങനെ. ശരിക്കും 5 പാട്ടാണ് അത്. 5 പാട്ടിൽ 3 ഇറങ്ങി, ഇനി 2 പാട്ടും കൂടെ ഉണ്ട്. അതായത് ഒരേ ടൂൺ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചതും. ഒരേ പാറ്റേൺ അത് കേൾക്കുമ്പോ അല്ല ഈവൻ നമ്മുടെ കസവനാലിന്റെ വിഷ്വൽ നോക്കിയാൽ അറിയാം, ഹനാൻ പാടുന്നു, ഒരു നായികയുണ്ട്, പക്ഷെ അതിൽ ആളിനെ റിവീൽ ചെയ്തിട്ടില്ല. മസ്കിലാണ്, സോറി ഇൻസാനിലാണ് നമ്മൾ ആളിനെ റിവീൽ ചെയ്തത്. പക്ഷെ ആ ഒരു പാറ്റേണിൽ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തത് കൊണ്ട് രീതിയിൽ മസ്ക് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോ നീ തന്നെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, സെയിം പാറ്റേൺ. അത് അതായത് മറ്റത് കടപ്പുറം, ഇത് മരുഭൂമി. ഇനി എവിടെ അടുത്തത് എവിടെ? സ്പേസിൽ ആകാശത്തോട്ടി വരും അല്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ജുബൈർ, ഹനാൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ ഒരാളുകൂടി ഉണ്ട്, നിഹാൽ അല്ലെ. ഇങ്ങനെ ചിറാപൂഞ്ചി, ഇതൊക്കെ പുള്ളിയുടെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിപ്പോ ശരിക്കും നിങ്ങൾ എങ്ങനെയാ, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാ വർക്ക്ഔട്ട് ആവുന്നത്? ശരിക്കും നിങ്ങളൊരു ടീമാ, ബാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ബാൻഡില്ല. പക്ഷെ ഞങ്ങളെല്ലാം അടുത്ത ഫ്രണ്ട്സ് ആണ്. നിഹാലായാലും ഞാനും നിഹാലും കൂടെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, അഹങ്കാരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് നിഹാല് കമ്പോസ് ചെയ്തിട്ട് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തൊരു പാട്ടാണ്. അതുപോലെ ആടെ ഇഴകി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആടെ ഇഴകി ശരിക്കും അതിന് വിഷ്വലൊന്നുമില്ല, ഓഡിയോയിലുണ്ട്. ആടെ ഇഴകിയിൽ ഹനാനുണ്ട്, നിഹാലുണ്ട്, മുത്തുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് പാട്ട്. ഈവൻ ചിറാപുഞ്ചി നിഹാല് കമ്പോസ് ചെയ്തിട്ട് ഹനാൻ പാടുന്നതിന് മുന്നേ എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അടുത്തടുത്താ താമസിക്കുന്നത് നിഹാലും ഞാനും. ഞങ്ങൾ ഇടയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യുന്നതാണ്. നിഹാൽ എന്നെ കാണാൻ വരാറുണ്ട്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോ ഇങ്ങനെ ചിറാപുഞ്ചി ചിറാപുഞ്ചി ആളെനിക്ക് കമ്പോസ് ചെയ്തിട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഹനാനെ കൊണ്ട് പാടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പറഞ്ഞായിരുന്നു വല്ലാഹി ഭയങ്കര ഹിറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഫസ്റ്റ് കേട്ടപ്പോ തന്നെ അത് നിഹാലിന്റെ വോയിസിലാണ് ഞാൻ കേൾക്കുന്നത്. ഭയങ്കര രസമുള്ള പാട്ടാ. ഈവൻ ഹനാൻ പാടിയിട്ടും ആളെന്നെ കേൾപ്പിച്ചായിരുന്നു. അപ്പോഴും ഉറപ്പിച്ചു.
അതെ, മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നല്ല പാട്ട്, നല്ല വിഷ്വൽ എല്ലാം. ഭയങ്കര രസമുള്ള വരികൾ സുഹൈൽ ഖാന്റെ. സുഹൈൽ ഖാൻ ഞാനിപ്പോ ഒരു പാട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പടത്തിന് വേണ്ടിയിട്ട്. അത് പാടിയിരിക്കുന്ന ഹനാനാണ്. ഹനാൻ, സുഹൈൽ കോയ, ഞാന്, പിന്നെ ഫീമെയിൽ പാടിയിരിക്കുന്നത് സന മൊയ്തുട്ടി. അങ്ങനെ ഒരു പാട്ട്. അതില് മറ്റേ ആളില്ല, നിഹാലില്ല. ഇല്ല, നിഹാലില്ല. പക്ഷെ ആ പടത്തിൽ നിഹാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതില്ലേ ശരിക്കും ചിറാപ്പൂഞ്ചി ഞാൻ കരുതി ഒരു നിങ്ങള് മീൻസ് ഒരു ടീം കണ്ടപ്പോഴേ ഞാൻ കരുതി അത് നിങ്ങളതായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്, ചിറാപ്പൂഞ്ചിയും ജുബൈർക്കല്ലേ ചെയ്തത്? ഹനാന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം ഞാൻ ചെയ്ത പാട്ട് തന്നെയായിരിക്കും. നമ്മുടെ പാട്ട് തന്നെയാണ് അത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ പാട്ട് നമ്മുടെ പാട്ട് തന്നെയാണ്. അതിലെനിക്ക് സുഹൈൽ ഖായാണ്. ഇപ്പൊ സുഹൈൽ ഖായിട്ട് ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോ ചിറാപ്പൂഞ്ചിക്ക് ശേഷമാണ് സുഹൈൽ ഖായും ഹനാനും ഞാനും കൂടെ നമ്മൾ ഈ പടത്തിലെ പാട്ട് ചെയ്തത്. ഓക്കെ. എനിക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ടാവും അല്ലേ? കുറെ എന്നോട് ചോദിക്കേണ്ട അത് പറഞ്ഞതാ. എങ്ങനെ പോകുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ? അൽഹംദുലില്ലാ റാഹത്തായിട്ട്. വേണ്ട അല്ലേ? പബ്ലിഷ് ചെയ്യണ്ടല്ലേ? വേണ്ട, വിട്ടേക്കാം. ഓക്കെ. എനിക്ക് തോന്നുന്നു മസ്ക്, നമ്മുടെ ഗാലറി വിഷന്റെ സ്വന്തം മസ്ക്, അത് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. നല്ല റീച്ച് കിട്ടി, നല്ല റെസ്പോൺസ് കിട്ടി അല്ലേ? ശരിക്കും നമ്മുടെ ഗാലറി വിഷന്റെ കൂടെ വർക്ക് ചെയ്യാ ഇഷ്ടമാണോ? പിന്നെ അങ്ങനെ പറയുന്ന സത്യം പറയണേ, സത്യസന്ധമായി പറഞ്ഞാൽ മതി. ഷറഫ്ക എന്റെ നല്ല അടുത്തൊരു സുഹൃത്താണ്, നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങള് ഡെയിലി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് പാട്ടുകളെ കുറിച്ചായിരിക്കും. പണ്ട് ഈ ആൽബംസ്, മ്യൂസിക് വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു പേരാണ് ഷറഫ് ഗാലറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളിനെ ചെറുപ്പം മുതലേ നമ്മൾ പേര് കേട്ടറിയാം. പിന്നെ ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്തുക്കളായി. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മ്യൂസിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇനി നല്ല നല്ല പ്രൊജക്ടുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മസ്കിന് ശേഷം ഗാലറി വിഷനായി ജോയിൻ ചെയ്ത് വലിയൊരു പ്രൊജക്ട് വരുമോ? ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. അത് നല്ല ഒരുപാട് നല്ല സിംഗേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ഞങ്ങളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 5 പാട്ടിന്റെ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല സിംഗേഴ്സുമായിട്ട്, മീൻസ് എല്ലാവരും നല്ല സിംഗേഴ്സാണ്, പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ കൊളാബ് ചെയ്യിച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷർഫിഖാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലാറ്റ്ഫോം തരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, അതായത് പുതുതായിട്ട് വളർന്നു വരുന്ന ആൾക്കാരെയും യങ്സ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിലുപരി ഗാലറി വിഷൻ നമ്മൾ നോക്കിയാലറിയാം. അങ്ങനെ ഗാലറി വിഷന്റെ പരിപാടി ആയതുകൊണ്ട് പൊക്കി പറയുന്നില്ല, ആള് ഭയങ്കരമായിട്ട് യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ശരിക്കും UAE പോലത്തെ ഉള്ള ഈ ഒരു വലിയൊരു രാജ്യത്ത് നാട്ടിൽ നിന്നല്ലേ നമ്മൾ പരിചയമുള്ളത് ഗാലറി വിഷനെ? ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ വന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും വിചാരിച്ചിരുന്നോ? ഉറപ്പായിട്ടും. കാര്യം ആളിന്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ആൾ ഉറപ്പായിട്ടും ചെയ്യുന്നറിയാം. ഇപ്പൊ ഇവിടെ തന്നെ ഒരു സ്റ്റുഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മെയിൻലി പ്ലാൻ ചെയ്യുന്നത് തന്നെ ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സിനെയും ഇവിടെ ഉള്ള സിംഗേഴ്സിനെയും. കാരണം എല്ലാവർക്കും ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പല സ്റ്റുഡിയോസ് ആയാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഇവിടെ ഉള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും വേണ്ടിയിട്ട് മെയിൻലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അതിലൊരു ഭാഗമാകാൻ പറ്റുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. തീർച്ചയായും. ഇപ്പൊ ഈ കുറെ ആളുകളെ ഇൻസ്റ്റാഗ്രാം ത്രൂ കുറെ പാട്ടുകൾ അയച്ചുതരാം അങ്ങനെയൊക്കെ ഉണ്ടാവും ശരിക്കും. അപ്പൊ നിങ്ങളൊരു പാട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും എങ്ങനത്തെ ഒരു പാട്ട് അല്ലെ എങ്ങനത്തെ രീതിയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ഇങ്ങനെയുള്ളതിനെ വർക്ക് ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ? അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കുറെ സിംഗേഴ്സിന് ഞാൻ പാട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിചിത്രം എന്ന് പറയുന്ന പടത്തിൽ ഒരു പാട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സോങ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗറിനെ ഞാൻ പാടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് സോങ്. അതുപോലെ നജ്റാൻ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറാണ് നമുക്ക് ചേല്. നജ്റാൻ എനിക്ക് ഇഷ്ടമാണ്. നജ്റാന്റെ പാട്ടുകൾ ഞാൻ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണാറുണ്ട്. സോ നജ്റാനെ കൊണ്ട് എനിക്കൊരു പാട്ട് പാടിക്കണമെന്ന് ഉണ്ടായിരുന്നു. നജ്റാനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ചേല് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് സിംഗേഴ്സിനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഈ ചേല് അതുപോലെ അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെയായിരുന്നു, നല്ല പാട്ടായിരുന്നു അല്ലേ? നജ്റാൻ അത് നല്ല രീതിക്ക് തന്നെ അത് പുള്ളിക്കാരനും ചെയ്തിട്ടുണ്ട്. നല്ലതാ, പുള്ളി നല്ല രസാ. പുള്ളിയുടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കേൾക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. വളർന്നു ശരിക്കും ഒരു അനാൻ ഷായുടെ പോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സിംഗറാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണോ? അല്ല, കമ്പയർ ചെയ്യുന്നല്ല. നജ്റാന്റെ ഒരു സ്റ്റൈൽ ഉണ്ട് സ്റ്റേജ് പെർഫോമൻസിലായാലും. അതൊരു സ്റ്റേജിനെ ലൈവ് ആക്കാനുള്ള അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത് എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടി. അതായത് സ്റ്റേജിനെ നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യിക്കുക, അവരെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തിയിട്ട് അവരെ ഇതാക്കാൻ നജ്റാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് ശരിക്കും.
ഭയങ്കര ബ്ലസ്ഡ് ആണ്. അങ്ങനല്ല, ഒരു ടാലന്റ് അതൊരു കഴിവാണ്. ശരിയാ. ഇനി എനിക്ക് ഭയങ്കര, അതായത് നമ്മൾ മ്യൂസിക് ചെയ്തതല്ലെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ചെയ്തതും പാടാം, നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു പാട്ട് ഉണ്ടാവുമല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. അതായത് ജുബേർക്കന്റെ മ്യൂസിക്കിലുള്ളതിനെ ആവാം, അല്ലാതെ നമ്മുടെ സിനിമയിലാവാം, ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി തരാമോ? എന്റെ ഫേവറേറ്റോ? മലയാളമാണോ? ഏതായാലും നിങ്ങളെ ഫേവറേറ്റ്. कच्ची डोरियो 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 से मैनू तू बात ले, पक्की यारियो 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 मैं होंद ना फाजले, ये नाराजगी कागजी सारी तेरी, मेरे सोनिया सुन ले मेरी दिल दिया गल्ला, करांगे नाल नाल बैठ के अख नाल अख नू मिला के, दिल दिया गल्ला है करांगे रोज रोज बैठ के, सच्चिया मोहब्बतां निभा के, सताए मैनू क्यों दिखाए मैनू क्यों, एवे छोटे मोटे रोज के रोजा के, दिल दिया गल्ला है करांगे नाल नाल बैठे. ലിറിക്സ് എനിക്ക് അറിയില്ല കേട്ടോ, ലിറിക്സിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രസമുണ്ട്, നിങ്ങളെ സൗണ്ടിൽ അത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? എന്താ അഭിപ്രായം? വളരെ മികച്ച അഭിപ്രായം. ഓക്കെ, ഏത് പാട്ടുകാരൻ എന്റെ കൈ കിട്ടിയാലും ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സെഗ്മെന്റ് ആണിത്. സെയിം സെഗ്മെന്റ് ആണ്. ഇതിന്റെ വെറൈറ്റിയുള്ള സെഗ്മെന്റ് ഒന്നും കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ പറഞ്ഞു തരണം. എന്താന്ന് വെച്ചാ, നമ്മൾ എടുക്കുന്നു, ഇങ്ങനെ കുലുക്കുന്നു, ഇതിൽ കുറെ പേപ്പറിൽ ഇങ്ങനെ നമ്മൾ ഓരോരോ സിറ്റുവേഷൻസ് എഴുതിയിട്ടുണ്ട്. സാഡ്, ഹാപ്പി, ബ്രേക്കപ്പ്, ഓക്കെ. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഒന്നെടുക്കുക, ആ സിറ്റുവേഷന് മാച്ച് ചെയ്യുന്ന ഒരു പാട്ട് പാടുക. റെഡി? ഓക്കെ, സിമ്പിളാ, വെരി സിമ്പിൾ. ആ കൂടി 1 2 3 4 5 എണ്ണ ഇടും. ഫസ്റ്റ് ഏതെടുക്കുന്നു? നല്ല പാത്രം അത്. ഓക്കെ, അടിച്ചു മോനെ, ഏതാ? ഫ്രണ്ട്ഷിപ്പ്. ഓ, ഫസ്റ്റ് ആണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് പറയുമ്പോ നമ്മൾ അടുത്തതായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു പാട്ട് ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്. ഫ്രണ്ട്ഷിപ്പ് സോങ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിന്റെ ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. ആ പാട്ട് പാടുന്നോ? ആ പാട്ട് റിലീസ് ആയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിൽ വരുന്ന പാട്ട് ശരിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് അല്ല. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ എനിക്ക് മെമ്മറീസ് ഉള്ളത് +2 ഫ്രണ്ട്ഷിപ്പാണ്. കോളേജിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഗ്യാങ് കൂടിയിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ ടൈമിലാണ്, +1 +2. അപ്പൊ ആ സമയത്ത് കത്തി നിന്നൊരു പാട്ടാണ് എന്റെ കൽബിലെ. അപ്പൊ അതാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ട് ഓർമ്മ. പക്ഷെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് സോങ് അല്ല, പക്ഷെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്റെ കൽബിലെയാണ്. ഒരുപാട് ഫ്രണ്ട്സ്, കറക്റ്റ്. ഓക്കെ, നാ പാട്ട് കേൾക്കാം. എന്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. ഓക്കെ, കൂക്കൊക്കെ ചെയ്ത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നല്ലേ അത്. അന്ന് നിങ്ങൾ എത്രാം ക്ലാസ്സിലാ? +2. ഓക്കെ, ഞാൻ 2ാം ക്ലാസ്സിലാ. ഏത് 2ാം ക്ലാസ്സില്? അത് താറ്റിട്ടോളൂ, വീണ്ടും പോക്കറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഒരു സെഗ്മെന്റ് വളരെ വിജയകരമായി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അടുത്തെടുക്കാൻ പോകണം. സമ്മാനം ലാസ്റ്റ് തരും. ഓക്കെ, നെക്സ്റ്റ് തുറക്കൂ. ആരാ? ശരിക്കും ലൈഫിൽ എത്ര ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ. 1 2 3 4 5 6 ഇഷ്ടം പോലെ. അപ്പൊ അത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, പ്രണയിക്കാറില്ല, ഫ്ലോട്ടിങ് അല്ലേ? ബ്രേക്കപ്പ് ഉണ്ട്. ശരിക്കും മനസ്സിന് എത്ര മാത്രം കുലിക്കൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത് എത്ര വയസ്സിലായിരിക്കും? നഴ്സറി പഠിക്കുമ്പോ. സീരിയസ് ആയിട്ട് പറ. നഴ്സറി പഠിക്കുമ്പോ ബ്രേക്കപ്പ്. ഓക്കെ, ബ്രേക്കപ്പ്
ചന്നാ മേരയാ മേരയാ ചന്നാ മേരയാ മേരയാ ചന്നാ മേരയാ മേരയാ ബേലിയാ ഓ പിയാ Okay. ഓ പിയാ പിയാ. Okay, അതാണ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് വന്ന സമയത്ത് പാട്ട് പാടുമായിരുന്നോ ചെയ്തേ? ഇല്ല ലൈഫിൽ ബ്രേക്കപ്പ് വന്നപ്പോ എന്താ ചെയ്തേ? കരഞ്ഞോണ്ടിരിക്കുന്നു. ഓഹ് സാഡ്. വെറുതെ എനിക്ക് ബ്രേക്കപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ലവ് ഉണ്ടെങ്കിലല്ലേ ബ്രേക്കപ്പ്. അത് മറ്റേ മതി, മറ്റേത് ഇഷ്ടംപോലെ. അതെ അത് ഒഴിവാക്കടാ. എല്ലാം ഞങ്ങള് പറയുന്ന പോലെ അവിടെ ഇട്ടോളി. അടുത്ത നെക്സ്റ്റ് ലവ്. എന്തൊരു കണക്ഷനല്ലേ. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ലവ്. അതെ കറക്റ്റാ. ഒരു ബ്രേക്കപ്പ് കഴിയുന്നു അടുത്ത ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രണയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. കാരണം നിങ്ങൾ എഴുതുന്ന പാട്ടുകളുടെ വരികൾ കേട്ടാൽ പാട്ട് എഴുതാറില്ല. എഴുതിയിട്ടൊക്കെ ഉണ്ട്. പാട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ പ്രൊഫൈൽ കണ്ടല്ലോ. ഇല്ലടാ. ഇല്ല ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാറുള്ളൂ. ഇല്ല. പക്ഷെ ഞാൻ ഒരു പാട്ട് എഴുതും. ആഹാ. പക്ഷെ ഞങ്ങള് ഇതില് വിക്കിപീഡിയയിലുണ്ട് കേട്ടോ 4. ആരാ അത് കള്ളത്തര എഴുതി വെച്ചേ? അറിയില്ല. ഓക്കെ. ലവ് ലവ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് ലവ് ഇല്ലാത്തത് കൊണ്ട് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ലവിന് എന്താലേ. நேற்று நான் உன்னை பார்த்த பார்வை வேறு நீங்கார எண்ணமாக நான் இன்று உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே நீங்கார நினைவுகளாக அலையை எங்கே மிஞ்சிதே நூலறிந்த பட்டம் போல உன்னை சுற்றி நானும் ஆட கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறேன் இதுக்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் முன்னே காலம் கை கூடினான் കഥൈ പോമാ അതാണ്. ഞാൻ ലവ് ആയിട്ടൊന്നും അല്ല, എനിക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ടാ. ആയിക്കോട്ടെ, അങ്ങനെങ്കിൽ അങ്ങനെ അടുത്തെടുക്കാം. ഓക്കെ. സാഡ്. ഏറ്റവും ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന എന്ത് കാര്യത്തിനാ? സങ്കടം വരുന്നതോ? അങ്ങനെ വലിയ വലിയ കാരണങ്ങൾ വേണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ കാരണങ്ങൾ പറയല്ലോ. പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളാണോ? പിന്നെ പെട്ടെന്ന് സങ്കടം വരും, സന്തോഷം വരും. ദേഷ്യം വരൂ? ദേഷ്യം വരല് കുറവാ. അതെനിക്ക് മനസ്സിലായി. സാഡ്, അങ്ങനെ സാഡിന് ഏതാ പാട്ടിപ്പോ? സാഡ് ആണോന്നറിയില്ല. സാഡും ബ്രേക്കപ്പ് ഒക്കെ എല്ലാം ഒരു അല്ലല്ലോ. ബ്രേക്കപ്പ് മാത്രമല്ലല്ലോ ലൈഫിൽ സാഡ് വരിക. ആണല്ലേ? അപ്പോ സാഡിന് അങ്ങനെ എനിക്ക് ഇമോഷണലി കേൾക്കുന്ന ഒരു പാട്ട് ഹിന്ദിയില് बिरलाया दिल मजबूर क्या कीजिए राज ना आया रहना दूर क्या कीजिए दिल कह रहा उससे मुकम्मल कर भी आओ वो जो अधूरी सी बात बाकी है. ഇനി ലാസ്റ്റ് ഒന്നുകൂടി കേട്ടോ. ഓക്കെ, പെട്ടി കൂടി. നല്ല മണം. ഹാപ്പിനെസ്. ഓ, ഹാപ്പിനെസ്. ചിരിച്ചു പാടിക്കോളൂ. ഹാപ്പിനെസ്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കാര്യം എന്താന്നാ? അങ്ങനെയുണ്ടോ? പിന്നെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്, പാട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമാണ്, ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമാണ്. തന്നെയാണ് ഹാപ്പിനെസ്. ഇന്റർവ്യൂസ് കൊടുക്കുന്ന ഇഷ്ടമാണോ? അല്ല. ഓക്കെ. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പാട്ടുകൾ തന്നെയാണ് എൻ്റെ സന്തോഷം. അതിന് പാടിയാൽ മതി. ഓക്കെ. എനിക്ക്
ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ, ഹിലാലിൻ്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലെൻ്റെ കിനാവ് കിലുക്കിയ ഹാലേ, കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാലം തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ, മനമേ മനമേ ലൈലിനാഴം പോലാനാണ് കുഴിയെ, കണ്ടേ കണ്ടേ കൽവില്ലറബനമുട്ടായേ, ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ. ആ പാട്ടാണ് എൻ്റെ ഹാപ്പിനെസ്. കാരണം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പാട്ട്, ഇത്രയും പോപ്പുലറായി എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്. സോ ശരിക്കും നല്ല ഒരു അസാധ്യമായ സിംഗറാണ് അല്ലേ? നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ, നല്ല ഫീൽ കിട്ടുന്നുണ്ട്. ശരിക്കും അവനവന്റെ പാട്ട്, സ്വന്തം പാട്ട് സ്വയം പാടിക്കൂടെ? എന്താ അങ്ങനെ ചൂസ് ചെയ്യാൻ? അതായത് ചില പാട്ടുകൾ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വോയിസിൽ നമുക്ക് ആ പാട്ട് പുറത്തേക്ക് വന്നാൽ കൊള്ളാം, രസമാവാൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സിംഗേഴ്സിനെ കൊണ്ട്, നല്ല പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നത്. നല്ല പാട്ടുകാരെ കൊണ്ട്. ശരിക്കും നല്ല പാട്ടുകാരനാണെന്ന് തോന്നിയില്ല? പാടാറുണ്ട്. അപ്പം ഇനി ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ ചേലിൽ ഞാൻ പാടിയിട്ടുണ്ടല്ലോ പാട്ട്. പിന്നെ ഹനാനുമായിട്ട് ചെയ്ത ഹാനി എന്ന് പറയുന്ന പാട്ടിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് സോങ്ങിൽ പാടുന്നുണ്ട്. ഇല്ലല്ല, അതില് ഒരു പോർഷൻ ഹനാനും ഒരു പോർഷൻ ഞാനോ പാടുന്നത്. പിന്നെ നിഹാലും ഞങ്ങൾ ചെയ്ത പാട്ടില് ആടയഴകില് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പാടാറുണ്ട്. ഹനാനെ റീച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ? എസ് ചെയ്യാൻ പെട്ടെന്ന് കിട്ടൂലേ? ഏത് വോക്ക് എടുക്കുമ്പോഴും ശരിക്കും ഇപ്പൊ ഹനാന് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള സിംഗറാണ്. പുള്ളിയുടെ അടുത്തേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹനാൻ ഭയങ്കരമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹനാനെ ഫസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആക്കുന്ന ആ ഒരു വർക്കിന്റെ ഇൻഡിപെൻഡന്റ് ഫസ്റ്റ് ട്രാക്കുകളിൽ ആദ്യത്തെ ട്രാക്കുകൾ നമ്മുടേതായിരിക്കും. അപ്പൊ ശരിക്കും ആദ്യം തന്നെ വർക്ക് പറഞ്ഞാൽ ഹനാൻ പെട്ടെന്ന് ഓക്കെ പറയുമോ, അല്ലെങ്കിൽ പാട്ട് കേൾക്കണം? അതായത് ഹനാൻ സാധാരണ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എന്റെ പാട്ടുകൾ ഇപ്പൊ ഒരു പാട്ട് എനിക്ക് പാടാനുണ്ടെങ്കിൽ പാട്ട് പോലും കേൾക്കാണ്ടാണ് ആള് വന്നിട്ട് പാടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് മസ്ക ആള് പാട്ട് കേട്ടിട്ടില്ല. അതുപോലെ ഇൻസാനിലെ ആള് പാട്ട് കേട്ടിട്ടില്ല, സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് പാട്ട് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ അത്ര ഒരു ബോണ്ടിങ് ഉണ്ട് ഞങ്ങള് തമ്മില്. പാട്ട് കേട്ടിട്ട് എന്ത് പറഞ്ഞു? പാട്ട് കേട്ടിട്ട് ആൾക്ക് പൊതുവെ നമ്മുടെ പാട്ടുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, നമ്മുടെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ചില പാട്ടുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പാട്ട് അഹങ്കാരി ആള് നിഹാല് ഞങ്ങളുടെ പാട്ടാണ് ടീമിന്റെ. അപ്പൊ ഒരു ദിവസം എന്നോട് ചോദിച്ചായിരുന്നു, ഇനി പേർക്ക് അഹങ്കാരി ഞാൻ പാടി ഇടട്ടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പാട്ടുകൾ പൊതുവെ താല്പര്യമാണ്. അപ്പൊ മിസ്റ്റർ ജുബൈർ മുഹമ്മദ്, എന്താ പറയാ, ഇവിടെ വന്നതിന്, നമുക്കൊരു ഇന്റർവ്യൂ തന്നതിന് എല്ലാത്തിനും വളരെ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് അത്? നല്ലതാ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല വർക്കുകളുണ്ട്, ഒരുപാട് ഹിറ്റ് വർക്ക് ഇപ്പോൾ ഉണ്ട്. ഇനിയും ഒരുപാട് വർക്കുകൾ ഹിറ്റ് അടിച്ച് മുന്നോട്ടേക്ക് പോട്ടെ. ഒരുപാട് ദൂരം നല്ല ഒരുപാട് നന്മകളോടുകൂടെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.